ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. SPI ഐഡിയാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചൂലുമായിട്ട് ഈ കടന്ന് കാണിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് ഇൻ്റർലോക്ക് കിട്ടി, സെക്കൻഡ് ഹാൻഡാണ്. അപ്പോൾ നമ്മളത് തുടച്ച് വൃത്തിയാക്കുകയാണ്. അതുമല്ല, ഇന്ന് ചെറിയ പെരുന്നാൾ കൂടിയാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അങ്ങനെ നമ്മൾ അതെല്ലാം നീറ്റായിട്ട് തുടച്ച് അതിൻ്റെ അകത്ത് മണ്ണെല്ലാം നമ്മൾ കളഞ്ഞ് അതിനുശേഷം നമ്മൾ വൈറ്റ് സിമെൻറ്റും ശകലം കളറും കൂടെ മിക്സ് ചെയ്ത് അടിക്കാനുള്ള പരിപാടിയാണ്. നേരത്തെ ഞാൻ തന്നെ കുറച്ച് റെഡിയാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. മെയിനൊന്നുമല്ല, അതുകൊണ്ട് ചില പോരായ്മകളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ നമ്മളത് ശ്രമിച്ച് ഒരുമാതിരിയൊക്കെ ലെവലാക്കി ഇട്ടിട്ടുണ്ട്. അത് അറിയാവുന്നവർ നമ്മളൊന്ന് ഒന്നും പറയരുത്, നമുക്കറിയാവുന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വൈറ്റ് സിമെൻറ്റ് അടിക്കുകയാണ്. വൈറ്റ് സിമെൻറ്റ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം തെളിച്ചിട്ട് വേണം അടിക്കാൻ, അല്ലെങ്കിൽ അത് പിടിക്കത്തില്ല. ഞാൻ അതിൻ്റെ അകത്ത് ശകലം കൂടെ കളർ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിച്ച് തീർന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരുമാതിരി കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല രീതിയിലായിട്ടില്ല, എങ്കിലും ഇതിൻ്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കളർ നമുക്ക് കിട്ടുമ്പോൾ അതെടുത്ത് നമ്മൾ അടിക്കും. നമ്മളൊരു പെയിൻ്ററല്ലേ. എന്തായാലും പെരുന്നാളായിക്കൊണ്ട് ശിവയുടെ ഫ്രണ്ട് അയാന തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. രാവിലെ ശിവമോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അയാന രാവിലെ തന്നെ വന്നിരുന്ന് രണ്ടുപേരും അങ്ങനെ വന്ന് ശിവനെയും വിളിച്ചോണ്ട് പോവുകയാണ്. അങ്ങനെ ശിവയും കൊണ്ട് അയാപ്പി പോയി. രണ്ടുപേരും കൂടെ ഭയങ്കര എപ്പോഴും രാവിലെ വരും കേട്ടോ അയാപ്പി. ഇവർ നമ്മൾ നല്ല കൂട്ടാണ്. അപ്പോൾ നമ്മുടെ വീണ വീണ ഇവിടെ തിരക്കാണ്. ഇന്ന് പെരുന്നാളല്ലേ. പെരുന്നാളായിക്കൊണ്ട് ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള തുണിയൊക്കെ എടുത്ത് അവിടെ ഇവിടെ ആയിട്ട് കിട്ടിട്ടുണ്ട്. മുറി നിറച്ച് തുണിയാണ്, തയ്ക്കാനുള്ളതാണ്. കുറച്ച് തയ്ച്ചിട്ടുണ്ട്, കുറച്ച് തയ്ക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല തയ്യലായിരുന്നു. നല്ല തയ്യലെന്ന് വെച്ചാൽ ഉറക്കം നിന്നുള്ള തയ്യലായിരുന്നു. ഇനി ഞാൻ ശിവയും കൊണ്ട് ആലിയയുടെ വീട്ടിൽ പോകണം. അടുത്തത് ആലിയയുടെ വീട്ടിലാണ് പോകുന്നത്. ശിവയുടെ മറ്റൊരു ഫ്രണ്ടാണ് ആലിയ. ഉച്ചയ്ക്ക് എപ്പോഴും അവിടെ നിന്നാണ്. എപ്പോഴെന്ന് വെച്ചാൽ പെരുന്നാൾ ദിനങ്ങളിൽ ശിവയെ എപ്പോഴും വിളിക്കുന്ന ആലിയാണ് ഉച്ചയ്ക്ക്. അങ്ങനെ ആലിയ വന്ന് ശിവയെ വന്ന് വണ്ടിയുടെ പറ്റ വന്ന് ശിവയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്തോ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ചോക്ലേറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ആലിയ വീട്ടിലോട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും അകത്ത് കയറിപ്പോയി. ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾക്ക് അടുത്ത ഡ്യൂട്ടി ഉണ്ട്. വേറെങ്ങുമല്ല, നസീറിക്കയുടെ വീട്ടിലോട്ടാണ്. ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ട് ഇപ്പം നസീറിക്കയുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് പെരുന്നാൾ. ഞങ്ങൾ രാവിലെ വിളിക്കുന്നതാണ്, പക്ഷെ നമുക്ക് പോകാൻ ടൈമില്ലാത്ത കാരണം നമ്മളത് ഉച്ചക്കാക്കി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഈ കാണുന്ന നേരെ എതിർവശത്താണ് നമ്മുടെ വീട്. അപ്പം ട്രാക്കുള്ളതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ റോഡുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും നസീറിക്കയുടെ വീടെത്തിയിട്ടുണ്ട്. നല്ലപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് അറിയത്തില്ല, വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. വെളിയിലൊന്നും അടിച്ചിട്ടില്ല. ഇനി അടുത്ത പണി ഇവിടെ ആണ്. അകം മൊത്തം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അത് പുറകെ കാണിച്ചു തരാം. വീണ പറഞ്ഞാൽ അവരറിയാതെ അകത്തോട്ട് കയറി ചെല്ലണമെന്ന് പറയാം. എന്തുവാ അവരുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. രണ്ടാളും ഇരിപ്പുണ്ട്. അസീനാത്ത ഇവിടെയും തയ്യലാണ്. ഇവിടുത്തെ മെയിൻ തയ്യൽക്കാരിയാണ് അസീനാത്ത കേട്ടോ. അപ്പോൾ നസീറിക്ക് അറിഞ്ഞില്ല വീഡിയോ പിടിക്കുന്ന കാര്യം. കാലയിലൊക്കെ ഒരു ബ്ലോക്കിൻ്റെ കന വളക്കാൻ നോക്കിയതാണ്. ഒരു 6 ഇഞ്ചിൻ്റെ ബ്ലോക്ക് എടുത്ത് കാലയിലിട്ടതാണ്. കാലയിലിട്ടതല്ല കേട്ടോ, അത് ബ്ലോക്ക് എടുക്കുന്ന വഴിക്ക് പടുതയെന്ന് ഉരുണ്ട് താഴോട്ട് വീണ് അങ്ങനെ കാലേ വീണ്. ചതവേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. അസീനകത്ത തയ്യലാണ്. മുഖം ഇങ്ങോട്ട് നമ്മുടെ ക്യാമറയിലോട്ട് ഇടക്ക് നോക്കത്തില്ല എന്നുള്ളൊരു മട്ടിലിരിപ്പാണ്. വേറെ ഒന്നുമില്ല, ഭയങ്കര തയ്യലാണ് കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുവെച്ചാൽ തയ്ക്കാൻ. വേറെ സ്റ്റാഫിനെ നിർത്തേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് മതിയല്ലോ. പുലിയാണ്, പുപ്പുലി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഊരാണൊക്കെ പറയും. എൻ്റെ പുറകെ ഇരിക്കുന്ന ലോക്ക് കേട്ടോ, ഞാൻ നസീറിക്കായിട്ട് എടുത്തതാണ് ആ ലോക്ക് കേട്ട. നസീറിക്ക വീട് വെച്ചിട്ട് ഇടാന്നുള്ള പരിപാടി. അപ്പോഴേക്കും നമ്മുടെ മന്തി റെഡിയായിട്ടുണ്ട്. മന്തി എപ്പോഴും നെയ്ച്ചോറ്, ഇറച്ചി, ബിരിയാണി ഇതൊക്കെയാണ്. ഇപ്പോൾ ഇന്നത്തെ പെരുന്നാളിന് മന്തി ഒരു വെറൈറ്റി. മന്തിയിനകത്തൊരു മുട്ടൻ പീസാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന നസീറിക്കയുടെ മോനാണ് കേട്ടോ എൻ്റെ അടുത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ മുഖം നമുക്ക് തരത്തില്ല. ഇത് നസീറിക്കയുടെ ഉമ്മയാണ്, ഷെരീഫ് ഉമ്മ. അത് കഴിഞ്ഞിട്ട് വീണയും അസീനകത്തായിട്ടുള്ള പരിപാടിയാണ്. ഫുഡൊക്കെ കഴിച്ചും വീണ കൊള്ളാമെന്നുള്ള രീതിയിലാണ്. അങ്ങനെ പപ്പടം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കലാവിരുത് കാണാൻ വേണ്ടി എൻ്റെ സ്വന്തം ഭാര്യ നസീറിക്ക വീടിൻ്റെ അകത്തോട്ട് കയറി പെയിൻറ്റിങ് ഒക്കെ നോക്കുകയാണ്. ചെറിയ രീതിയിലുള്ള കലാപരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. വീണൊക്കെ അങ്ങോട്ട് തൃപ്തിയായില്ലെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഇതുപോലെ എന്നായിരിക്കും. ഇതിവിടുത്തെ മിന്നുക്കുട്ടിയാണ് കേട്ടോ.
നല്ല സ്നേഹമാണ് മിന്നുകുട്ടിക്ക്. നമ്മൾ മിന്നൂസ് എന്ന് വിളിക്കും. മിന്നൂസ് ഭയങ്കര അനുസരണയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത കാരണം ഇവർ വരുമ്പോൾ ഇവരോടൊക്കെ നല്ല സ്നേഹമാണ്. ഇവരെ വിടത്തില്ല, ഭയങ്കര സ്നേഹമാണ്. ഷെരീഫാമ്മ അത് പൂച്ചയുടെ ഭംഗി നോക്കി ഇരിക്കുകയാണ് കേട്ടോ. ടാറ്റയൊക്കെ തരിക്കുന്നുണ്ട്. വീണെ നോക്കി അങ്ങനെ ഇതാരാണെന്നുള്ള മട്ടത്തിൽ ഇരിക്കുകയാണ്. എന്തായാലും ശിവയ്ക്ക് കൊടുക്കാൻ പാഴ്സൽ വരെ നമ്മുടെ അസീനത്തെ റെഡിയാക്കി തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ. അതുപോലെ തന്നെ ഇനിയും ഞങ്ങളുടെ വീഡിയോ കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും. അപ്പോൾ വളരെ സ്നേഹത്തോടെ നമസ്കാരം, നന്ദി.